ഹലോ, ഇന്നത്തെ ഒരു മിനി വ്ളോഗ് ആട്ടോ. വിഷു ഫോട്ടോഷൂട്ട് ആയിരുന്നു അന്നത്തെ ദിവസത്തെ മെയിൻ പരിപാടി. സോ രാവിലെ തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമല്ല കേട്ടോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേച്ചിയും കൂടെയാണ്. ആദ്യം തന്നെ നമ്മൾ ഫേസ് മേക്കപ്പ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത പരിപാടിയാണ് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാന്ന്. സോ നിൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടാട്ടോ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തത്. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഐലാഷസ് ഒക്കെ വെക്കുന്നത്. പക്ഷേ ചേച്ചി നന്നായിട്ടാണ് ചെയ്തത്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവളാട്ടോ എനിക്ക് ഫുൾ വീഡിയോസൊക്കെ എടുത്ത് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ചേച്ചി മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഫാസ്റ്റായിട്ടാണ് ചേച്ചി ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതേ ഞങ്ങൾ നേരെ ഹെയർ സെറ്റ് ചെയ്തു കേട്ടോ. ചേച്ചിക്ക് ഓൾ കേരള സർവീസസ് അവൈലബിൾ ആണ്. ബ്രൈഡൽ വർക്ക്സും എല്ലാ വർക്ക്സും ചേച്ചി ചെയ്യുന്നതാണ്. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ചേച്ചിയെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ചേച്ചിക്ക് മെസ്സേജ് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ നിന്നും കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ലഞ്ച് കഴിച്ചു. കാരണം ഓൾമോസ്റ്റ് 3:30-4 മണിയായി ഞങ്ങൾ ലഞ്ച് കഴിക്കുമ്പോഴത്തേക്കും. അത് ഞങ്ങൾ നേരെ തറവാട്ടിൽ പോയി. തറവാട്ടിൽ നല്ല പെർഫെക്റ്റ് വിഷു ആംബിയൻസ് ആയിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. രവീണയാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തപ്പോഴത്തേക്കും നല്ല പോലെ ഞങ്ങൾ ടയേർഡായി, കാരണം കുറച്ചധികം പണിയുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ പോയി ഇതെല്ലാം റിമൂവ് ചെയ്യലായിരുന്നു അടുത്ത പരിപാടി. അതെല്ലാം കഴിഞ്ഞ് അവർ നേരെ പോയി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.